ഞാൻ നസീർ സാറിനെ ആദ്യം കാണുമ്പോൾ 8ാം ക്ലാസ് പഠിക്കുക ഇടവ മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത അവിടെ വരുന്നു. ഫേമസ് വർക്കലെ ഷൂട്ടിങ് വന്നിട്ടുണ്ട്. കേട്ടെന്ന് എനിക്ക് കാണുന്ന ആഗ്രഹമായി. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ഞാൻ നേരെ വിട്ടു. അവിടെ ചെല്ലുമ്പോൾ വിവാഹം സ്വർഗത്തിൽ നിന്നാണ് ചിത്രത്തിൻ്റെ പേര്. നസീർ സാറും ശ്രീരാമയാണ് അതിലെ ആർട്ടിസ്റ്റ്. ഞാൻ ഈ ക്രൗഡിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേമസ് ഞാൻ ലൈഫായിട്ട് കാണും. ഞാൻ അന്തം വിട്ട് നോക്കുന്നപ്പോൾ സാർ നിങ്ങൾ കൈകൊണ്ട് കാണും. ആ ക്രൗഡിൽ എന്നെ വിളിച്ചത് ഞാൻ അവിടെ കാത്തു നിൽക്കുന്ന പോലെ ഇവിടെയൊക്കെ എട്ടേച്ച് കൂടെ എടുത്തേക്കും. ചെന്ന് ഞാനിങ്ങനെ ആവേശത്തിൽ നസീർ സാർ വിളിക്കേണ്ടി സാർ എന്താണെന്ന് ഞാൻ ഈ പടത്തിൻ്റെ സംവിധായകൻ ആരാണ് അത് നസീർ സാർ പ്രതീക്ഷിച്ചു. ചിരിച്ചു. ചിരിച്ചിട്ട് അസേ എന്ന് പറഞ്ഞ അകത്തേക്ക് നോക്കിയപ്പോൾ അകത്തുനിന്ന് നല്ല പൊക്കോ തടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തൊപ്പിയൊക്കെ വെച്ചാണ്. അദ്ദേഹം ആ പടത്തിൻ്റെ ഡയറക്ടറാണ് JD തോട്ടം. നിങ്ങൾക്കൊരു വലിയ ഫാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മളൊന്നും കാണണ്ട, നിങ്ങളെ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ തലയിൽ ചെയ്ത തൊപ്പി എന്ത് നല്ല. അവിടെ നിന്നാണ് എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം താങ്കൾ പറഞ്ഞ നസീർ സാറിൻ്റെ 2 പടങ്ങൾ ചെയ്യാൻ പിന്നീട് ഞാൻ പത്രക്കാരനാണ് അദ്ദേഹത്തെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തു. ശേഷം ആദ്യം അദ്ദേഹത്തിൻ്റെ മകനെ പടത്തിലിട്ട് ആദ്യം മകനെയാണ് ഞാൻ ഹീറോ ആക്കിയത്. അത് കഴിഞ്ഞിട്ട് കാര്യം നിസ്സാരമാണ്. അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഗുരുതരമാണ്. എന്നോട് ഇഫ് യു വാണ്ട് മീ ടു മേക്ക് എ ബ്രീഫ് കമൻറ്റ് അബൌട്ട് ഫേമസ് എന്ന് വെച്ചാൽ തറോ പക്ക ജെന്റിൽമാൻ എന്ന് പറയുന്നത് വേറെ